എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് ഷൊർണൂർ ടു കണ്ണൂർ റെയിൽവേ സെക്ഷനാണ് 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷനാകാൻ പോകുന്നത്. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതാണ് 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ലൈവ് ക്യാമറ ഓപ്ഷൻ തുറന്നാൽ ചുറ്റുമുള്ളത് എന്തൊക്കെയാണെന്ന് കണ്ടു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന ഗൂഗിളിൻ്റെ ജെമിനി മോഡൽ ഫീച്ചർ സെർച്ച് ലൈവ്. ലൈവ് ക്യാമറ ഓപ്ഷൻ തുറന്നാൽ ചുറ്റുമുള്ളത് എന്തൊക്കെയാണെന്ന് കണ്ടു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന ഗൂഗിളിൻ്റെ ജെമിനി മോഡൽ ഫീച്ചറാണ് സെർച്ച് ലൈവ്. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായ PS റഫീഖിൻ്റെ ചെറുകഥ ഇടമലയിലെ യാക്കൂബ്. 2025 പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡിന് അർഹനായ PS റഫീഖിൻ്റെ ചെറുകഥയുടെ പേരാണ് ഇടമലയിലെ യാക്കൂബ്. ലഹരിക്കെതിരെ മന്ത്രി V അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. ലഹരിക്കെതിരെ മന്ത്രി V അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിത സംഭവത്തെ ആസ്പദമാക്കി 2025 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമ കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി 2025 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമ. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സര വേദി ബ്രസീലിലാണ് 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരം നടക്കുന്നത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാരം നേടിയത് അംബികാസുധൻ മങ്ങാടിനാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാരം നേടിയത്. നോവൽ അല്ലോഹലൻ. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതി സിയാൽ 2.0. സിയാൽ 2.0 കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതി. ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ കവച സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ കവച സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ആദ്യത്തെ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിൽ ആദ്യത്തെ യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം പ്രഖ്യാപിച്ച നഗരം. എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻ സിംഗ് ആങ്മോ. ഹിമാചൽ പ്രദേശുകാരിയായ ചോൻ സിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത.
കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം. അതിഥി തൊഴിലാളികളുടെ മക്കളെ അങ്കണവാടിയിലും സ്കൂളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ആയിയെ ഏക് സാത്ത് സീഖെ, വരൂ ഒരുമിച്ച് പഠിക്കാം. ആയിയെ ഏക് സാത്ത് സീഖെ എന്ന പദ്ധതിയാണ് അതിഥി തൊഴിലാളികളുടെ മക്കളെ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിങ്കൾ എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം. പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിങ്കൾ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവുമായിട്ടാണ്. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി IITM പൂനെ. പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് ഭാരത് ഫോർകാസ്റ്റ് എന്ന സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഫോടൈൻമെൻറ്റ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഫോടൈൻമെൻറ്റ് പാർക്ക് നിലവിൽ വരുന്നത്. 2025 46ാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യ. മലേഷ്യയാണ് 2025 ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്നത്. 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് കാമി റിത ഷെർപ്പ. കാമി റിത ഷെർപ്പയാണ് 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിയത്. 2025 ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. M. മുകുന്ദനാണ് 2025 ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലംകോട് ലീലാകൃഷ്ണൻ. ആലംകോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ്. കേരളത്തിലെ കുസാറ്റ് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സീക്യൂർ പ്രോജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? യുണൈറ്റഡ് കിങ്ഡം. UK സംരംഭത്തിൻ്റെ പേരാണ് സീക്യൂർ പ്രോജക്റ്റ്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ സംരംഭമാണ് സീക്യൂർ പ്രോജക്റ്റ്. ഇന്ത്യയിലാദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. ഗാസിയാബാദാണ് ഇന്ത്യയിലാദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെറ്ററോസ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി മൊഹാലി INST. മൊഹാലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെറ്ററോസ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലം. കൊല്ലം ജില്ലയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ PM ഇ-വിദ്യ DTH. PM ഇ-വിദ്യ DTH എന്ന ചാനലാണ് ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത്. ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി സംയുക്തമായി ആരംഭിച്ചത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവുമാണ് നമസ്തേ എന്ന പദ്ധതി സംയുക്തമായി ആരംഭിച്ചത്. ഇന്ത്യയിലെ 2ാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം നിലവിൽ വരുന്നത്
കോഴിക്കോടാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയം നിലവിൽ വരുന്നത്. ആദ്യത്തെ മ്യൂസിയം മുംബൈയിലാണ്. 28ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആന്ധ്രാപ്രദേശാണ് 28ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം NCEGക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് 2030 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് AI നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത് IIIT കോട്ടയമാണ്. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശാണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത്. കുഞ്ചൻ നമ്പ്യാർ ദിനമായി ആചരിക്കുന്നത് മെയ് 5 കുഞ്ചൻ നമ്പ്യാർ ദിനമായി ആചരിക്കുന്നത്. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക് ആയിരുന്നു 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് HV ഈശ്വറിനാണ് പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്കാണ് MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് പ്രകാശ് മഗ്ദുമാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECNet ആണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ജി സുധാകരനാണ് 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത്. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണം എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ കേരള നഗരനയ കമ്മീഷൻ. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണം എന്ന നിർദ്ദേശം സമർപ്പിച്ചത് കേരള നഗരനയ കമ്മീഷനാണ്. ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെയും റോവറുകളെയും നയിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ESAയ്ക്ക് വേണ്ടി സ്പാനിഷ് കമ്പനിയായ GMV വികസിപ്പിച്ചെടുത്ത സംവിധാനം ലുപിൻ. ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെയും റോവറുകളെയും നയിക്കാൻ ESAയ്ക്ക് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി സ്പാനിഷ് കമ്പനിയായ GMV വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേരാണ് ലുപിൻ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി, വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മിഡിൽ ഈസ്റ്റിലെ ഏക രാജ്യം തുർക്കി.
തുർക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മിഡിൽ ഈസ്റ്റിലെ ഏക രാജ്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം S-400 സുദർശൻ ചക്ര. റഷ്യൻ നിർമ്മിതമായ S-400 സുദർശൻ ചക്ര എന്ന പ്രതിരോധ സംവിധാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.